500-ൽ കൂടുതൽ അഡ്വൈസുകൾ ഒരു മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇനി PSCയിൽ നമുക്ക് വരാനിരിക്കുന്നത്. ഞാൻ പറയുന്നത് KAA ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും ഒരുപാട് വേക്കൻസികളായിട്ട് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു പോസ്റ്റാണ് ഈ പറയുന്ന KAA ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടുള്ള എല്ലാ ലിസ്റ്റുകളും എടുത്തു നോക്കിയാണെങ്കിലും തൊട്ട് മുന്നേ നടന്ന വർഷത്തിൽ നടന്നുള്ള ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ 500-ൽ കൂടുതൽ അഡ്വൈസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ 1000-ൽ കൂടുതൽ അഡ്വൈസുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ലിസ്റ്റ് തന്നെ നോക്കിയ കാലാവധി തീരുന്നതിന് മുന്നേ നമുക്ക് മെയിൻ ലിസ്റ്റ് നിന്ന് ആൾക്കാരെ എടുത്തു കഴിഞ്ഞതുകൊണ്ടാണ് ആ ലിസ്റ്റ് എക്സ്പയർ ആയി പോയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം വേക്കൻസികൾ, ദാറ്റ് ഈസ് അവിടെ വേക്കൻസികൾ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം NJDs ഒക്കെ വരുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു അഡ്വൈസിന്റെ എണ്ണം കൂടുതൽ വരുന്നുണ്ടായിരിക്കുക. പക്ഷേ വാട്ടർ അതോറിറ്റിയിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് എന്ന രീതിയിൽ തന്നെയാണ് KAA ഓപ്പറേറ്ററിനെ എല്ലാവരും കണക്കാക്കുന്നത്. നമുക്കറിയാം ഒരു ഗ്രേഡ് 3 ലെവലിൽ സിവിൽ കഴിഞ്ഞവർക്കും മെക്കാനിക് കഴിഞ്ഞവർക്കൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു സ്കെയിൽ ഓഫ് പേയിൽ തന്നെയാണ് ഒരു ITI ക്വാളിഫൈഡ് ആയ ആൾക്കാരെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് അവിടെ എൻട്രി പോസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരുപാട് നോക്കിയ പ്രൊമോഷൻ സാധ്യത ഒക്കെ BTech കഴിഞ്ഞ ആൾക്കാർക്കും ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർക്കും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ ഇതിനു മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ഡിസംബറിലെ മാസ് നോട്ടിഫിക്കേഷൻ തന്നെ നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം, പണ്ടത്തെ പോലെ PSCക്ക് ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കേണ്ട സമയം വരുന്നില്ല എക്സാം നടത്താൻ വേണ്ടിയിട്ട്. വരുന്ന നോട്ടിഫിക്കേഷൻ അടുത്ത മാസങ്ങളിൽ തന്നെ നോക്കിയൊരു 3 തൊട്ട് 5 അല്ലെങ്കിൽ 6 മാസം വരെയുള്ള കാലയളവിൽ എക്സാമുകൾ നടത്തി ആ വർഷത്തിൽ തന്നെ ഷോർട്ട് ലിസ്റ്റും നോക്കി പറയുന്ന റാങ്ക് ലിസ്റ്റും നടത്തി ആദ്യത്തെ അഡ്വൈസ് നോക്കി അയക്കുന്ന രീതിയിലേക്ക് PSC ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എഴുതുന്ന എക്സാമുകൾക്ക് ആ വർഷത്തിൽ തന്നെ നമുക്ക് അഡ്വൈസ് കിട്ടുന്ന ഇതിലേക്കുള്ള മാറ്റങ്ങൾ നമുക്ക് വലിയൊരു സൂചനയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. എല്ലാവർക്കും നോക്കി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ PSCയിലേക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ PSCയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അറിയാം, ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ പോലും, നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെട്ടാൽ പോലും നമുക്ക് അതിന്റെ അഡ്വൈസ് കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്ന സമയമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന്റെ ഒരു ആവശ്യമില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള എക്സാമുകൾ നടത്തുന്നു, കൃത്യമായി ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും വരുന്നു, അതിനനുസരിച്ചുള്ള അഡ്വൈസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം, ദാറ്റ് മീൻസ് 2026 തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പൊ ഇത്തവണ ഈ ഒരു സാധ്യത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും വരുന്ന KAA ഓപ്പറേറ്റർ എന്ന പോസ്റ്റാണ്. 500-ൽ കൂടുതൽ അഡ്വൈസ് ആണ് ഇതുവരെയും പോയിട്ടുള്ളത്. അപ്പൊ ലിസ്റ്റ് എക്സ്പയർ ആകാൻ പോകുന്നു. നമ്മൾ ലിസ്റ്റിലേക്ക് നോക്കി ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കി തീവ്രമായിട്ടുള്ള പഠനം തന്നെയാണ്, പഠിപ്പിക്കൽ തന്നെയാണ് നമുക്ക് എന്തുണ്ടാവുക, നമ്മൾ ഈ സൈലന്റ് ടെക്നിക്കൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ വരുന്ന ഡിസംബർ 22-ന് നമ്മൾ പുതിയൊരു ബാച്ച്, ദാറ്റ് ഈസ് KAA ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പുതിയ ബാച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മറക്കണ്ട, ഡേറ്റ് മറന്നു പോകണ്ട. നോക്കിയ ഡിസംബർ 22-നായിരിക്കും ഈ ഒരു ബാച്ച് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക. നമുക്കറിയാം ഏറ്റവും കൂടുതൽ രീതിയിൽ തന്നെ നോക്കി നന്നായി ആ തിയറി നോക്കി ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. നമുക്കറിയാം ഇതിന്റെ പോസ്റ്റിലേക്ക് വരുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI ഇലക്ട്രിക്കലും അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ എന്ന് പറയുന്ന ട്രേഡുമാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ BTech കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർക്കും ഇലക്ട്രിക്കലിന്റെ ദാറ്റ് ഈസ് ITI ഇലക്ട്രിക്കലിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും, നമുക്ക് ഡിപ്ലോമയാണ് BTech ആണുള്ളത്, ഇത് പഠിച്ചാൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിന്റെ പേരിലൊക്കെ കേസുകളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇതുവരെയും നോക്കിയേ ഈ പറയുന്ന ഹയർ ക്വാളിഫിക്കേഷൻ ആൾക്കാരെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള രീതിയിലൊരു നോക്കിയ ഒരു വിധി പോലും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മനസ്സിലേക്ക് എടുത്തു വെക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മൈൻഡിലേക്ക് നെഗറ്റീവ് മൈൻഡ് എടുത്തു വെക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ നോക്കിയ ഭാഗം കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. പഠനം കൃത്യമായി തന്നെ റൈറ്റ് ഓൺ ട്രാക്കിൽ തന്നെ ചെയ്യാൻ നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഡിസംബറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ നമുക്ക് ജനുവരി 31 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടായിരിക്കും. അപ്പം ഈ പറഞ്ഞ ഡിസംബറിൽ തന്നെ നമുക്ക് ആനൊരു കലണ്ടറും വരും. അപ്പൊ ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കിയ ഒരുപാട് എക്സാമുകളൊന്നും നമുക്ക് നടത്താൻ വേണ്ടി ഇനി ഉണ്ടാവില്ല, കാരണം ഓൾറെഡി എല്ലാ എക്സാമുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നടക്കാൻ പോകുന്നത് ഈ വരുന്ന നോക്കി ഈ പറഞ്ഞ മേജർ ആയിട്ട് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മാസമായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന എക്സാമുകൾ തന്നെയായിരിക്കും. ആ എക്സാമുകൾ കൃത്യമായി തന്നെ ഒരു 5 അല്ലെങ്കിൽ മാക്സിമം പോലെ 6 മാസം അതിനുള്ളിൽ തന്നെയായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, ജനുവരി 31 വരെ അപ്ലൈ ചെയ്യാൻ വരുന്ന രീതിയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ 1 എന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എക്സാം നിങ്ങൾ കൃത്യമായി നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് പഠനം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതി തന്നെ നോക്കി
മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കേണ്ടതായിട്ടുള്ള ഒരു സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ തീവ്രമായിട്ടുള്ള ഒരു പഠനം ഇതിനാവശ്യമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 46 മാർക്കോളമാണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം അവിടെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കട്ട് ഓഫ് അവിടെ കുറയുന്ന രീതിയാണ്. ദാറ്റ് മീൻസ് അവിടെ അത്രയും ആൾക്കാർ വലിയ ലിസ്റ്റ് ഇടുന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫിന്റെ എണ്ണം അത്രയും കുറവ് തന്നെയായിരിക്കും. അപ്പം ഈ രീതിയിൽ കൃത്യമായി പഠിക്കണം. ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് മെക്കാനിക്കൽ സ്പെഷ്യലൈസ്ഡ് ആയ ടോപ്പിക്കുകൾ പഠിക്കണം, അതുപോലെ മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് ഇലക്ട്രിക്കൽ സ്പെഷ്യലൈസ്ഡ് ആയ ടോപ്പിക്കുകളും പഠിക്കണം. അപ്പൊ ആ പഠനം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഈ ബാച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പം മെക്കാനിക്കൽ ടോപ്പിക്കിൽ വരുന്ന സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്തിട്ടായിരിക്കാം. നമുക്കറിയാം നമ്മുടെ സൈലന്റ് ടെക്നിക്കലിന്റെ അക്കാഡമി ഹെഡ് ആയിട്ട് വരുന്ന മുഹമ്മദ് ഷായി സാറാണ് നമുക്ക് എന്തുണ്ടായിരിക്കാം നമ്മളെ പമ്പ്, ഫാസ്റ്റ്നെസ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് വാൽവ് തുടങ്ങിയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന മെക്കാനിക്കൽ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ, IC എഞ്ചിൻ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വരുന്ന ആ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ടാവുക ഞാൻ തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ കൂടെ നമുക്കറിയാം മെക്കാനിക്കൽ പോർഷൻസ് മാത്രം പഠിച്ചാൽ പോരാ, ഇലക്ട്രിക്കൽ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നോക്കി അടിപൊളി ആയിട്ടുള്ള ഫാക്കൽറ്റി വിങ് തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ഈ പറയുന്ന പോർഷൻസ്, ഇലക്ട്രിക്കൽ പോർഷൻസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കുക. അപ്പം നോക്കി ഒരു രീതിയിലും ഒരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ കൃത്യമായ അക്കാഡമിക്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് സൈലത്തിന്റെ ഏറ്റവും വലിയ ഉറപ്പായിട്ട് തരുന്നുണ്ടായിരിക്കുക. അപ്പം അതുകൂടാതെ നമുക്ക് സിലബസിന്റെ കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. നമുക്ക് മെക്കാനിക്കലും ഇലക്ട്രിക്കലും നോക്കിയ 50-50 എന്ന രീതിയിൽ തന്നെയാണ് എക്സാമിലേക്ക് വരുന്നുണ്ടായിരിക്കുക. സിലബസ് ഒക്കെ കൃത്യമായി നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് നോക്കി കൃത്യമായി വീഡിയോസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ ഒരു സിലബസ് പ്രകാരം പ്രോപ്പറായി തന്നെ നിങ്ങൾ കൃത്യമായ ഒരു തീവ്രമായ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ ഇനിയും സമയമുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു എക്സാം നടത്താനായിട്ട് നമുക്കൊരു 3 മാസം അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ ഷോർട്ട് ടൈം ആയിട്ട് തന്നെ കണ്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് പ്രോപ്പർ റിവിഷൻ കൊടുത്തുകൊണ്ട് പ്രോപ്പറായി തന്നെ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ഇതിലേക്ക് കവർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കുള്ള നോക്കി ഈ ഒരു ബാച്ചിന് നമ്മളെ സൈലത്തിന്റെ ബാച്ചുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിന് കൂടാതെ നമുക്കറിയാം നോക്കി ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് റെക്കോർഡഡ് പ്ലസ് ലൈവ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നോക്കി റെക്കോർഡ് ആണ്, നോക്കി ലൈവ് ആണെന്ന് കരുതാൻ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കൃത്യമായി നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് യൂസ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ നോക്കി കൃത്യമായി നമ്മൾ ചാറ്റ് ബോക്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകാം. ദെൻ നമുക്കറിയാം നമ്മൾ എപ്പോഴും ഒരു എക്സാം വരുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ എക്സാം ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അറിയുന്ന കൺസെപ്റ്റുകൾ പോലും നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ മുന്നിലേക്ക് എത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ എത്താറുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കും. ദെൻ അതുപോലെ തന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷനും നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ പ്രീവിയസ് നടന്ന ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും. ദെൻ ഹൈ ക്വാളിറ്റി സ്റ്റഡി മെറ്റീരിയൽസും കൃത്യമായി നിങ്ങളിലേക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലുകൾ നിങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ദെൻ പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ എക്സാമുകൾ നിങ്ങളിലേക്ക് നോക്കിയ മോക്ക് ടെസ്റ്റുകളായിട്ടും അതുപോലെ സബ്ജക്ട് ടെസ്റ്റുകളായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരുന്നോളാം. ദെൻ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് 2 ഡിഫറന്റ് ആയിട്ടുള്ള ട്രേഡുകളൊക്കെ അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. കേരളത്തിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് സൈലം നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ സെയിം തന്നെയായിരിക്കും നമുക്ക് ഇവിടേക്കും വരുന്നുണ്ടായിരിക്കും. നമ്മൾ ഈ ഒരു ബാച്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ നോക്കി ഇതിന്റെ ഫീസ് വരുന്നത് നോക്കി 2499 രൂപ മാത്രമാണെന്നുള്ള കാര്യം ആദ്യമേ അറിഞ്ഞു വെച്ചോളാം. അപ്പോൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും നല്ല ഗുഡ് ക്വാളിറ്റി കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് സൈലത്തിന്റെ കൃത്യമായിട്ടുള്ള നോക്കിയൊരു മോട്ടീവ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠനം അടിപൊളിയായിട്ട് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്പറിലേക്ക് നോക്കി 9995100800 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പുവരുത്തുക. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഇല്ല. നമുക്ക് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്തുകൊണ്ട് ഈ വർഷം തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. ഈ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അഡ്വൈസ് പോകുമ്പോൾ എന്റെ പേരാണ് ആ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അഡ്വൈസിൽ വരുമ്പോൾ ഉണ്ടാകണം എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ പഠനം അടിപൊളിയായിട്ട് കൊണ്ടുപോയിക്കോളാം. മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും അതുപോലെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കുമാണ് ഈ ഒരു അവസരം എന്നുള്ള കാര്യം മറന്നു പോകേണ്ട. അടിപൊളിയായിട്ട് തന്നെ പഠനം കൊണ്ടുപോകുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.